സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സുഹൃത്തുക്കളോടെല്ലാം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ശക്തമായ ഒരായുധമാണിത്. ഈ ആയുധം കൊണ്ട് നമുക്ക് ലക്ഷ്യം നേടണം. ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മഹത്തായ ഭാരതീയ പാരമ്പര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ അവസാനമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒത്തിരി ഏകാധിപത്യ പ്രവണതകളാണ് ഇന്ന് നടക്കുന്നത്. നരേന്ദ്ര മോഡി പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനിയിപ്പോ അടുത്തത് UP ആണ്. അവിടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യ മതേതരത്വ പാരമ്പര്യം ഇല്ലായ്മ ചെയ്ത് എല്ലാം റിവേഴ്സ് ചെയ്യാൻ നോക്കുക. റിവേഴ്സ് ചെയ്ത് അവസാനം പണ്ട് പല നാട്ടുരാജ്യങ്ങളായിരുന്ന ഈ രാജ്യം പോലെ ഭാരതത്തിന് ഛിന്ന ഭിന്നമാക്കുന്ന സ്ഥിതി വരും. അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം തന്നെ ഇല്ലാതാവും. അതിനെതിരെ ദീർഘനാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമാണ് ആവശ്യം. ഞാനിവിടെ സ്ഥാനാർത്ഥിയായത് ഉടനെ ചെന്ന് കേന്ദ്ര ക്യാബിനറ്റിൽ കയറി പട്ടുപത്തയിൽ ശയിക്കാം എന്നുള്ള നിലയിലല്ല. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യം എനിക്കറിയാം. BJP മേൽക്കൈ തേടി നിൽക്കുകയാണ്. ആ മേൽക്കൈ നേടി നിൽക്കുന്ന സ്ഥിതി ഇന്നത്തെ യുവാക്കളുടെ കാലമൊക്കെ ആയി വരുന്ന കുറച്ച് സമയത്തേക്ക് തുടർന്നാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും. അത് സംഭവിക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ യുവാക്കളുടെ ശബ്ദമാണ് ആവശ്യം. രാജ്യസ്നേഹികളായ പൗരന്മാരുടെ ശബ്ദമാണ് ആവശ്യം. ആ ശബ്ദം ജനങ്ങളിൽ എത്തിക്കാൻ ഉള്ള ഏറ്റവും ശക്തമായ മീഡിയയാണ് സോഷ്യൽ മീഡിയ എന്ന ആയുധം. നിങ്ങളാണത് ഉപയോഗിക്കേണ്ടത്. അവിടെ വിനാശകരമായ കുറേ കാര്യങ്ങൾ പറയുക, അതേപോലെ തന്നെ നിരർത്ഥകമായ കുറേ ശബ്ദങ്ങൾ ഉയർത്തുക, അതുപയോഗിച്ച് പരസ്പരം വിരോധം തീർക്കുക, അതൊക്കെ ചെയ്യാനുള്ള സമയം അല്ല ഇത്. ഇപ്പോ സ്വന്തം നാടിനെ ഈ ഏകാധിപത്യ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും വേണ്ട ശക്തി എനിക്ക് തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഇവിടുത്തെ ജനാധിപത്യ ശക്തികളെ മീഡിയേഷനിലൂടെയൊക്കെ കൂട്ടിയോജിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, ഡൽഹിയിൽ ഛിന്ന ഭിന്നമായി കിടക്കുന്ന മതേതര പിന്നോക്ക അവശ ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ യോജിപ്പിക്കാൻ ഒരു എളിയ സംഭാവന ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാരുമായൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. അവിടെ ചെന്ന് സംസാരിച്ച് മുൻകൈയെടുത്താൽ പലതുള്ളി പെരുവെള്ളം ചിലപ്പോൾ അത് ഫലിച്ചേക്കാം. എപ്പോ UP മതേതര പിന്നോക്ക ശക്തിയിൽ യോജിക്കുന്നു അപ്പോൾ BJP അവിടെ താഴെ പോകും, ബീഹാർ പോലെ. നിങ്ങളെല്ലാവരും സഹകരിക്കണം, ശക്തമായ പിന്തുണ തരണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുക.